ഹായ്. അപ്പോൾ ഓണം എക്സാമൊക്കെ ഇങ്ങനെ അടുത്തു അല്ലേ? അപ്പോൾ ഓണം എക്സാമിൻ്റെ ഒരു ചെറിയ പ്രിപ്പറേഷൻ അത്ര മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഏരിയയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനുള്ളിൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഓണം എക്സാമിൻ്റെ ഒരു കുഞ്ഞു ഡീറ്റെയിലാണ് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഇവിടെ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം ഓണം എക്സാമിൻ്റെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പം ഓണം എക്സാമിന് ഏതെല്ലാം ടോപ്പിക്കാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഇവിടെ ആ സൈഡിലായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. അതിനകത്ത് ഈ മൈക്രോ ഒക്കെ വ്യത്യാസങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും അതിനകത്ത് കാണാം. പിന്നെ ചാപ്റ്റർ 3 കൂടിയുണ്ട്. അപ്പോൾ 3 ചാപ്റ്ററാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താ മാക്രോ തമ്മിലുള്ള വ്യത്യാസം. അപ്പം മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയണം. എന്താ ഈ മൈക്രോ തമ്മിലുള്ള വ്യത്യാസം? മൈക്രോ എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക്. അതിനകത്തിൽ വേണ്ട ഘടകങ്ങൾ മാർക്കറ്റ്, ഇഫക്റ്റ് ഓഫ് പ്രൈസ് എന്നിവയൊക്കെ ആണ് അതിനകത്ത് തന്നെ. അപ്പോൾ അതെല്ലാം പഠിക്കേണ്ടത്. അപ്പുറത്തെ സൈഡിൽ GDP, ഇൻഫ്ലേഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സാമ്പിളായിരിക്കും തിരിക്കുക. അപ്പം മാക്രോ ജനറൽ സ്റ്റഡിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ചോദിക്കുന്ന ഏരിയ ഇതാണ്. അടുത്ത ഏരിയ ഏതാണ്? സെൻട്രൽ പ്രോബ്ലം ഓഫ് ദി എക്കോണമി. 3 ഉള്ള സെൻട്രൽ: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. വളരെ എളുപ്പമാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, വെദർ ടു പ്രൊഡ്യൂസ് എന്തോ നെസസറി ഗുഡ് വേണോ ലക്ഷറി ഗുഡ് വേണോ. അപ്പോൾ ഒരു എക്കോണമി തീരുമാനിക്കുന്നത് ലക്ഷറി ഗുഡ് വേണോ നെസസറി ഗുഡ് വേണോ. അതല്ല എങ്കിൽ രണ്ടാമത്തെ ചോദ്യം അത് തീരുമാനിച്ചു. നമ്മൾ ഇന്ത്യയെ പോലുള്ളിടത്ത് എന്ത് വേണം? നെസസറി ഗുഡാണ് കൂടുതൽ വേണ്ട അല്ലേ? അപ്പോൾ നെസസറി ഗുഡ് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ഏത് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. അപ്പം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ആരോ കൂടുതൽ? ലേബേഴ്സ് വളരെ കൂടുതൽ. അപ്പം ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നടത്താം. അല്ല മിഷൻ ഉപയോഗിക്കണമോ? ഇത് 2 അതിനകത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അത് എല്ലാം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്, ആർക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്. 3ാമത്തെ പ്രോബ്ലം അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇത് 3 സെൻട്രൽ പ്രോബ്ലം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഏരിയ. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന സാധ്യത വെക്കണം. 2 കമ്മോഡിറ്റികൾ, അതായത് നമുക്ക് തന്നേക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടും ഫുള്ളർ യൂട്ടിലൈസേഷനിൽ 2 കമ്മോഡിറ്റികൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കും. ലൈനിലെല്ലാം വരുന്നത് ഫുള്ളർ യൂട്ടിലൈസേഷനാണ്. ആ ചിത്രത്തിൽ കാണാം. ലൈനിനുള്ളിൽ വരുന്ന അണ്ടർ യൂട്ടിലൈസേഷൻ, ലൈനിന് പുറത്ത് വരുന്നത് നോട്ട് അറ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഷേപ്പ് എന്ന് വെച്ചാൽ എന്തോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺകേവ് കർവാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഒരെണ്ണം കൂടെ അഡീഷണൽ വരുമ്പോൾ എത്രയാണ്? അത് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഞാനൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത്. അടുത്തത് MOC കണ്ടുപിടിക്കാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. MOC കണ്ടുപിടിക്കുന്നത് എങ്ങനെ? രണ്ടാമത്തെ യൂണിറ്റ് എത്ര കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി. എത്ര കൂടി എന്നുള്ളത് നമ്മൾ നോക്കണം. എത്ര കൂടി? അതായത് 400 നിന്നും 350 കൂടുക ചെയ്തേക്കുന്നത്. എത്ര കൂടിയത്? 50 ഇല്ലേ? 50 കൂടിയേക്കുന്നത്. അപ്പം മിക്കവാറും 1 വെച്ചായിരിക്കും മറ്റൊരെണ്ണം കൂടുന്നത്. ഇവിടെ 1 വെച്ചല്ല 10 വെച്ച് കൂടുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. ഒരെണ്ണം 10 വെച്ച് കുറയ്ക്കുമ്പോൾ മറ്റൊരെണ്ണം എത്ര കൂടുന്നു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഒരെണ്ണം കൂട്ടുന്ന എത്ര? 10, 20, 30. ഒരെണ്ണം കൂട്ടാൻ വേണ്ടി 10 യൂണിറ്റ്. അപ്പം നമ്മൾ 1, 2 ക്രമത്തിൽ അത് കൂട്ടിയാലും മതി. അങ്ങനെ ഉണ്ടെങ്കിൽ 50, 60, 50, 10 അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇല്ലേ? അപ്പം അങ്ങനെ 50, 100, 115 അങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പം ഇതാണ് MOC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അങ്ങനെ ഓണം എക്സാമിനുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ഘടകമാണ്, ഒന്നെടുത്തോട്ടെ. ഇനി നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ചോദ്യമാണ് എന്തോ ഈ സെൻട്രലൈസ്ഡ് പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി. സെൻട്രലൈസ്ഡ് പ്ലാൻഡ് എക്കോണമി, മാർക്കറ്റ് എക്കോണമി നിങ്ങൾക്ക് കാണാം. അവിടെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ കാണാം. പ്ലാൻഡ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? എല്ലാം പ്ലാൻ ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും. എന്നാൽ മാർക്കറ്റ് എക്കോണമിയിൽ ഏതാ? മാർക്കറ്റ് ഫോഴ്സുകാരുടെ ഡിമാൻഡ് സപ്ലൈ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും.
ഓർത്തിരിക്കുക, അത്ര ഓർത്തിരുന്നാൽ മതി. മാർക്കറ്റ് എക്കോണമിയിൽ പ്രോഫിറ്റാണ് മോട്ടീവ്, പ്ലാൻഡ് എക്കോണമി എന്തോ വെൽഫെയർ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് തന്നിട്ടുണ്ട്, നോട്ടായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവും നോർമേറ്റീവ് എക്കണോമിക്സ്. എന്തോ ഈ പോസിറ്റീവ് എക്കണോമിക്സ്? പോസിറ്റീവ് എക്കണോമിക്സ് എന്താണെന്നതിനെക്കുറിച്ച് വാല്യൂ ജഡ്ജ്മെൻ്റ് ഇല്ല. നോർമേറ്റീവ് എക്കണോമിക്സിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്തായി തീരും അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് എന്തായി തീരും എന്നുള്ളത് നോക്കുന്നത്. ഇത് അത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്, ബഡ്ജറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തോ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ്. ഒരു സൈഡിൽ എന്തോ ആയിരിക്കും P1 x1 + P2 x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനേക്കാളും കുറഞ്ഞ അളവിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അത് കാണിക്കുന്നത്. രണ്ട് കമ്മോഡിറ്റി വാങ്ങിക്കാൻ പോകുന്നെന്ന് വിചാരിക്കുക, രണ്ടിൻ്റെ വില നോക്കുന്നു, അത് ഇൻറ്റു ചെയ്യുമ്പം എന്താ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുടക്കിയ മുതൽ എത്ര ആണെന്ന് നമുക്ക് കിട്ടും. കണ്ടോ? അപ്പം താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. M പണത്തിൻ്റെ അളവ് 12 രൂപയാണ്, P1 4 രൂപയാണ്, P2 2 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4x1, അതായത് 4 ഗുണം എത്ര x1 വാങ്ങിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പം 4x1 2x2 ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അതൊക്കെ ആയി. ഇനി ബഡ്ജറ്റ് കൺസ്ട്രെയിനാണ്, പക്ഷേ ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കാൻ എക്സാമിന് ചോദിച്ചേക്കാം. ബഡ്ജറ്റ് സെറ്റ് എങ്ങനെ തയ്യാറാക്കുക? ബഡ്ജറ്റ് സെറ്റ് തയ്യാറാക്കാൻ വേണ്ടി അവിടെ തന്നിട്ടുണ്ട്. 12 രൂപയാണ് കയ്യിലുള്ളത്, ഗുഡ് 1ൻ്റെ 4 ഗുഡ് 2ൻ്റെ 2 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ എഴുതി അതിനുശേഷം 4 ഗുണം ഒരെണ്ണം 0 ആക്കണം കേട്ടോ. അപ്പം ഒരെണ്ണം 0 ആക്കി, 4 ഗുണം 0, അവിടെ 0 മാത്രം നിലനിർത്തിക്കൊണ്ട് അപ്പുറത്ത് എത്ര മേടിക്കാൻ പറ്റും? 12 രൂപയ്ക്ക്. 2 രൂപ കൊണ്ട് 12 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന എത്ര? 6 എണ്ണം മേടിക്കുക അല്ലേ? 2 രൂപയാണ് വില. അപ്പം കമ്മോഡിറ്റി എത്ര? 6 ഗുണം 2 എന്ന് പറഞ്ഞേക്കുന്ന 12 വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എത്ര? 0 ആണ്. അപ്പോൾ 0 1 അങ്ങനെ 6 കണ്ടു. ഇനി അതിന് പുറമോട്ട് 05 04 03 02 01 വരെ എഴുതാം. ഓക്കെ, ഇനി തിരിച്ചു നോക്കണം. 2 ഗുണം 0 ഇടുന്നു, അപ്പം 0 ആവും. അങ്ങനെയാണെങ്കിൽ 12 രൂപ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് മൊത്തം എത്ര വാങ്ങിക്കാൻ പറ്റും? 4 12 ഭാഗം 4 നോക്കിയാൽ മതി. എത്ര വാങ്ങിക്കാൻ പറ്റും? മൊത്തം വാങ്ങിക്കാൻ പറ്റുന്നത് 3 എണ്ണം വാങ്ങിക്കാൻ പറ്റും അല്ലേ? 3 എണ്ണം വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ 3 0 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 0 1 0 എന്നിവയൊക്കെ അതിൻ്റെ ബാക്കിയായിട്ട് എഴുതുക. ഓക്കെ ആയില്ലേ? ഇനി 1 ഇട്ട് കൊടുക്കുക, 4ൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പം 4 ഗുണം 1 എത്ര രൂപ പോയി? 4 രൂപ പോയി. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 4 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 8 രൂപ ഉണ്ട്. 8 രൂപ കൊണ്ട് എത്ര എണ്ണം മേടിക്കാൻ പറ്റും? 4 എണ്ണം മേടിക്കാം. അപ്പോൾ 1 4 ആയി. അതിൻ്റെ പുറമോട്ടുള്ള എല്ലാം തന്നെ എഴുതുക. 1 3 1 2 1 1. ഇനിയും 2 ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നതെന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഓരോന്നും, നമ്മൾ കുറച്ച് ബഡ്ജറ്റ് സെറ്റ് മാത്രമേ ഞാൻ അവിടെ എഴുതിയിട്ടുള്ള, ഓരോന്നും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് ഇനി 2 ഇടണം, 2 ഇട്ടിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ ബഡ്ജറ്റ് സെറ്റുകളെല്ലാം കണ്ടുപിടിക്കുക. ഇതിനെ ബഡ്ജറ്റ് സെറ്റ് എന്ന് വിളിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ബഡ്ജറ്റ് ലൈൻ. എന്തോ ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈൻ പറയുന്നത് എന്താ? ബഡ്ജറ്റ് ലൈൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. P1 ഈക്വൽ ടു ആവുന്ന പോയിന്റുകളെല്ലാം കൂടെ, തുല്യമാവുന്ന പോയിന്റുകളെല്ലാം കൂടെ M ഡിവൈഡഡ് ബൈ P1 M ഡിവൈഡഡ് ബൈ P2 എടുക്കുക. ആ ഗുഡ് 2ൻ്റെ അവിടെ. അതായത് M എത്ര? 12 ഭാഗം എത്രയായിരുന്നു നേരത്തെ? P1 എന്ന് പറഞ്ഞേക്കുന്നത് 4 രൂപയും മറ്റേത് 2 രൂപയായിരുന്നു അല്ലേ? അപ്പം 4 കൊണ്ട് ഭാഗിക്കുക, 2 കൊണ്ട് ഭാഗിക്കുക. അത് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അത് രണ്ടിടത്തും യോജിപ്പിച്ച് വെച്ച് രണ്ടിടത്തും അടയാളപ്പെടുത്തി വെച്ച് ഈ 2 വരെയും കൂടെ ആ 2 പോയിന്റും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. എന്താവും? ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് P1 -P1 ഡിവൈഡഡ് ബൈ P2 പഠിച്ചു വെച്ചേക്കുക. എന്തിന് ചോദിക്കും? ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കും. അടുത്തത് ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ചോദിക്കാം. എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഇത് ചോദിക്കാൻ സാധ്യത എത്ര മാർക്കിനാണ്? മിക്കവാറും 8 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻകം മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും ഷിഫ്റ്റ് ചെയ്യും. ഇൻകം കൂടുമ്പോൾ മുകളിലേക്ക് പോകും, ഇൻകം കുറയുമ്പോൾ താഴേക്ക് പോകും. ഓക്കെ, പ്രൈസ് ഒരെണ്ണത്തിൻ്റെ മാത്രമാണ്. ഏതിൻ്റെയാണോ പ്രൈസ് കൂടുന്നത് അല്ലെ കുറയുന്നത്? കൂടുന്നതാണെങ്കിൽ പുറമോട്ട് മാറും, കൂടുമ്പോൾ കുറച്ചല്ലേ മേടിക്കത്തുള്ളൂ. കുറയുമ്പം മുന്നോട്ട് മാറുന്നതായിട്ട് കാണപ്പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറയുന്നതും കൂടുന്നതായിട്ടുള്ളത്. അതേപോലെ ഏതിൻ്റെ സൈഡിലാണോ ആ സൈഡിലായിരിക്കും കൂടുക, മറ്റേത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണപ്പെടും. ഇതാണ് അതിൻ്റെ പറയാനുള്ളത്. പിന്നെ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വന്നു. ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരേപോലെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരേ ക്വാളിറ്റി ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയും. അപ്പോൾ ഇതിന് പറയുന്ന പേര് ഇൻഡിഫറൻസ് കർവ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അതിന് നമുക്ക് നോക്കേണ്ടത്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് നോക്കണം.
അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ എന്ത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താ, അതിൻ്റെ സ്ലോപ്പ് എന്താ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു കമ്മോഡിറ്റിക്ക് വരെ മറ്റൊരു കമ്മോഡിറ്റി എത്ര റേറ്റിലാണ് നമ്മൾ മാറ്റുന്നത്, അതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, എന്തെന്ന് പറയാം, അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, എത്ര റേറ്റിലാണ് ഒരു കമ്മോഡിറ്റിക്ക് വരെ മറ്റൊരു കമ്മോഡിറ്റി കൂട്ടുന്നത് എന്ന് പറയുന്നതാണ്. ആ റേറ്റിനാണ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് MRS ആണെന്ന് പഠിച്ചുകൊണ്ട് പോകുക. അപ്പോൾ രണ്ടാമത്തെ സ്ലോപ്പും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളതാണ് പ്രോപ്പർട്ടീസ്. എക്സാമിന് ചോദിക്കാം ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഇൻഡിഫറൻസ് കർവ് താഴേക്കായിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും വരിക. ഇൻഡിഫറൻസ് കർവ് കോൺകേവ് ആയിരിക്കും വരിക. കോൺവെക്സ് ആയിരിക്കും വരിക. രണ്ട് ഇൻഡിഫറൻസ് കർവ് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കുക. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുമെന്ന് വെച്ചാൽ കൂടുതൽ മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അത് നമുക്കിനി ആവശ്യമുണ്ട്, അടുത്തതിനകത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു കൂട്ടത്തിനെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നു. പിന്നെ മോണോട്ടോണിക് പ്രിഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ആയിട്ടുള്ള ഒരെണ്ണം പോലും കുറയാതെ മറ്റൊരെണ്ണം കൂടുതലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ 2, 3, 2, 1, 1, 3, 2, 2. ഇതിലേതായിരിക്കും മോണോട്ടോണിക് പ്രിഫറൻസ് അനുസരിച്ച് എഴുതാമോ? ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 2, 2. ഒരെണ്ണം പോലും കുറയാൻ പാടില്ല. രണ്ടും തുല്യമാണെങ്കിൽ കുഴപ്പമില്ല. തുല്യമായിട്ടുള്ളത് 1, 1, 2, 1, 1, 2. കണ്ടോ, കൺസ്യൂമറെ പ്രിഫർ ചെയ്യുന്ന അങ്ങനെയായിരിക്കും. ആ പ്രിഫറൻസ് പഠിച്ചുകൊണ്ട് പോവുക. ഇനിയും എക്സാമിന് വലിയ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന മാക്സിമം എത്ര വാങ്ങിക്കുക. അപ്പോൾ കുറേ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്തിരിക്കുക, ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ചിട്ട് നമ്മൾ മേടിക്കുന്നു. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെയും ബഡ്ജറ്റ് ലൈൻ്റെയും സ്ലോപ്പ് ഒന്നാവുന്ന പോയിന്റ്, രണ്ടും തുല്യമാകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് C ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ, ബിയും എയും എടുക്കാത്ത എന്താ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഹയർ ഇൻഡിഫറൻസ് കർവ് ഏതാ, C എന്ന പോയിന്റ് വരുന്നതായിരിക്കും ഹയർ ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതിലായിരിക്കും. ഇനി അതിൻ്റെ ടോപ്പിലാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും എടുക്കുക. അപ്പം അതും മനസ്സിലാക്കിക്കൊണ്ട് പോവുക. അതിനുശേഷം നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചുകൊണ്ട് പോവുക. നോർമൽ ഗുഡ് നോർമലായിട്ട് തന്നെ, അതായത് നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ വില കുറയുമ്പോഴും വില കൂടുമ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, ഇൻകം കൂടുമ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, ഇൻകം കൂടുമ്പോൾ കൂടുതൽ വാങ്ങിക്കും, ഇൻകം കുറയുമ്പോൾ കുറച്ച് വാങ്ങിക്കും അല്ലേ. ഇൻഫീരിയർ ഗുഡ് എന്തോ, ഇൻകം കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഡിമാൻഡ് നഷ്ടപ്പെടുത്തിക്കളയും. അതായത് വില കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് വേറെ ഇത് മേടിക്കാൻ പോകും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ക്ലോത്ത്സ്, സീറിയൽസ്, ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഒന്നിന് പകരം മറ്റൊരെണ്ണം ഉപയോഗിക്കുക. ടീക്ക് പകരം കോഫി ഉപയോഗിക്കുന്നു, ട്രെയിനിന് പകരം ബസ് ഉപയോഗിക്കുന്നു, അതെല്ലാം. കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ കൂടെ പരസ്പര പൂരകങ്ങൾ, അതായത് ബ്രെഡ്, ജാം, ഇങ്ക്, പെന്ന്, ഇതൊക്കെ എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിമാൻഡാണ്. ഡിമാൻഡ് എന്താ, ഡിമാൻഡ് ബാക്ക്ഡ് അപ്പ് വിത്ത് എബിലിറ്റി ടു പേ ആണ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, കാരണം എന്താ, പ്രൈസും ഡിമാൻഡും വെച്ചിട്ടാണ് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും. അപ്പോൾ അതാണ് ഡിമാൻഡ് ലോ ഇവിടെ തന്നിട്ടുണ്ട്, ഞാനത് കൃത്യമായി തന്നിട്ടുണ്ട്. ശരി, ഇനി നമുക്കുള്ളത് എന്താ, വൈ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? പ്രൈസ് എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രൈസ് എഫക്റ്റ് ആദ്യം ഉണ്ടാകുന്നല്ലേ, വില കുറയുക. ഒരു സാധനത്തിന് വില കുറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ആ സാധനം എത്ര വാങ്ങിക്കും, വില കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം വാങ്ങിക്കുന്നതിൻ്റെ അളവ്, അതായത് നമ്മൾ കൊടുത്തു, വില കുറഞ്ഞിരിക്കുക, വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതേ സാധനം തന്നെ വാങ്ങിക്കുന്നത് എങ്കിൽ നമ്മുടെ കയ്യിൽ അധികം കാശ് വരും. അതാണ് ഇൻകം എഫക്റ്റ്. അപ്പം നമ്മൾ അധികം കാശ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വേറെ കമ്മോഡിറ്റി വാങ്ങിക്കാമെന്ന് തീരുമാനിക്കും. പക്ഷേ വേറെ കമ്മോഡിറ്റി വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വില കൂടുതലാണ്. അപ്പോൾ പിന്നെ അതിന് പകരം ഇത് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇത് കൂടുതൽ വാങ്ങിക്കും. ഇതിന് പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. വേറൊരെണ്ണത്തിന് വേണ്ടി പകരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം. ശരി, ഡിമാൻഡിൻ്റെ ചേഞ്ചസ്. ഡിമാൻഡ് കർവിൽ തന്നെ മുകളിലേക്കും താഴേക്കും പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്സ്പാൻഷൻ അവിടെ തന്നിട്ടുണ്ട്, പുറമോട്ട് മാറുകയാണെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവിൽ തന്നെ. ഡിമാൻഡ് കർവിൽ അല്ലാതെ മറ്റൊരു ഡിമാൻഡ് കർവിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പോവുകയാണെങ്കിൽ മുകളിലേക്ക് മാറുകയാണെങ്കിൽ അത് ഈ പ്രൈസ് അല്ലാത്ത മറ്റ് ഘടകങ്ങളാണ്.
അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണ് വിളിക്കുന്നത്. മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ മാർക്കറ്റ് ഡിമാൻഡാണ്. മാർക്കറ്റ് ഡിമാൻഡ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ്, എല്ലാം കൂട്ടി എഴുതുന്നത്. അവിടെ ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ എല്ലാം കൂടെ കൂട്ടി, അതെങ്ങനെ കൂട്ടി എഴുതാം? ഒന്നാമത്തെ ആളുടെയും രണ്ടാമത്തെ ആളുടെയും തരും, എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് കിട്ടിയത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി പ്രൈസ് ഇലാസിറ്റി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, പഠിച്ചേച്ചേ പോകാവൂ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരുപാട് എക്സാമിന്, മെയിൻ എക്സാമിന് പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഏരിയ. ഇപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് എന്തിനു വേണ്ടി പ്രൈസ് മാറുന്നതനുസരിച്ച് ഡിമാൻഡ് എത്രത്തോളം മാറുന്നു എന്നതിനാണ്. അതെങ്ങനെ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണക്ക് ചെയ്യാവുന്നതാണ്. ഇത് വെച്ച് 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? മോർ ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അതിൻ്റെ എല്ലാം ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കോണം. അതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? പെർഫെക്റ്റ്ലി ഇവിടെ ആദ്യത്തേത് നോക്കാം, മോർ ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് നോക്കിക്കേ, ഇലാസ്റ്റിക്കിനകത്തിൽ എന്തോ പ്രൈസ് കൂടുന്നതിന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, പ്രൈസ് അല്പം ഒന്ന് കുറഞ്ഞാൽ മതി, ഒരുപാട് ഡിമാൻഡ് കൂടും. അതാ ഒരുപാട് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രൈസ് ഒരുപാട് കുറഞ്ഞാലും ഡിമാൻഡ് എത്രേ കൂടത്തുള്ളൂ, കുറച്ച് മാത്രമേ കൂടത്തുള്ളൂ. അങ്ങനത്തെയാണ് ഇൻഇലാസ്റ്റിക്. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരേപോലെ ആയിരിക്കും, പ്രൈസ് എത്ര കൂടുന്നോ അത്രയും തന്നെ ഡിമാൻഡ് കുറയും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുത്തനെ ആയിരിക്കും, എന്തിൻ്റെ? എക്സ് ആക്സിസിന് കുത്തനെയായിട്ട് വരുന്നതായിട്ട് കാണപ്പെടും. അപ്പോൾ 0 ആയിരിക്കും അവിടെ. എന്ന് വെച്ചാൽ എത്ര ഡിമാൻഡ് ചെയ്ത് എത്ര പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഒരേപോലെ തന്നെ ആയിരിക്കും. മറ്റേ ആണെങ്കിൽ പ്രൈസ് കൂടുന്നതിൻ്റെ അളവ് ഒരു നിശ്ചിത അളവുണ്ട്, എത്രയാണ് കൂടിയത് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഡെൽറ്റ ക്യൂ ബൈ രണ്ടാമത്തെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P0 ഡിവൈഡ് ബൈ Q0. ഇവിടെ എന്താ? 4 യൂണിറ്റ് ആണ് എന്ത് ചെയ്തേക്കുന്ന പ്രൈസ്. അപ്പം 25 യൂണിറ്റ് ആണ്. 4 രൂപ ആയിരുന്നപ്പം 25 യൂണിറ്റ് ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ രൂപ മാറി 5 രൂപ ആയി. അപ്പം എന്ത് ചെയ്തു? യൂണിറ്റ് കുറയണമല്ലോ, യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം എന്താ? ഡെൽറ്റ ക്യൂവും ഡെൽറ്റ പിയും കണ്ടുപിടിക്കാം. ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂ എങ്ങനെ? P1 മൈനസ് Q1 മൈനസ് Q0, അതായത് ഇവിടെ ഉണ്ട് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഈ ഇക്വേഷനിലേക്ക് വരും. എന്താ? -5 ഡിവൈഡ് ബൈ 25 ഡിവൈഡ് ബൈ 1/4 എന്ന് കിട്ടും. അത് ചെയ്ത് കഴിയുമ്പോൾ -0.8 എന്ന് കിട്ടും. അതായത് മോർ ഇലാസ്റ്റിക് അല്ല, ഇൻഇലാസ്റ്റിക് ആണ്, പക്ഷേ യൂണിറ്ററി ഇലാസ്റ്റിക്കിന് താഴെ എന്നുള്ളത് നമുക്ക് കിട്ടും. ശരി, അടുത്തത് ഇലാസ്റ്റിസിറ്റി അലോങ് ദി ലീനിയർ ഡിമാൻഡ് കർവ്. ഇത് എക്സാമിന്, മെയിൻ എക്സാമിന് പോലും നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ലീനിയർ ഡിമാൻഡ് കർവിലെ കർവാണ്. ഏറ്റവും താഴെ എന്തോ അത് അതെങ്ങനെ? കുത്തനെയുള്ള ലൈനായിരിക്കും ഇങ്ങനെ മുകളിലേക്ക്. അപ്പം മുകളിലേക്ക് കുത്തനെയുള്ള ലൈൻ ആയതുകൊണ്ട്, കുത്തനെയുള്ള ലൈൻ ഇങ്ങനെ മുകളിലേക്കുള്ള കുത്തനെയുള്ള ലൈൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ 0 ആണ്. ഇലാസ്റ്റിസിറ്റി നടുക്കത്തെ ഏരിയയിൽ 1 ആണ്. മുകളിലേക്കുള്ളത് കൂടുതൽ, താഴേക്കുള്ളത് കുറവ്. മുകളിലേക്ക് കൂടി എന്ത് ചെയ്യും? ഇൻഫിനിറ്റി പോകും. കുറഞ്ഞ് 0യിൽ വരും. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക എക്സാമിന് ലീനിയർ ഡിമാൻഡ് കർവ്. ഇനിയും ഇലാസ്റ്റിസിറ്റിയും എക്സ്പെൻഡിച്ചറും. ഇലാസ്റ്റിസിറ്റി എക്സ്പെൻഡിച്ചർ ഓപ്പോസിറ്റ് ദിശയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഒരേ ദിശയിലാണെങ്കിൽ പ്രൈസ് ഇൻഇലാസ്റ്റിക്. ഇത്രയൊന്നും പഠിച്ചുകൊണ്ട് പോയാൽ മതി. എന്നിട്ട് അവർ തരുന്നതനുസരിച്ച്, പരീക്ഷയ്ക്ക് തരുന്നതനുസരിച്ച് ചോദിക്കും, പ്രൈസ് കൂടുതലും എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. അങ്ങനെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും? പ്രൈസ് കൂടുന്നതായിട്ട് കാണപ്പെടും. അങ്ങനെ എക്സാമിന് ചോദിക്കാം. അത്രയാണ് അതിനകത്തുള്ള. ഇത് മൊഡ്യൂൾ ചാപ്റ്റർ 3 ആണ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇതും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ ഓഫ് x1 x2 എന്നൊക്കെ ഞാൻ തന്നേക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ 2ആയി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഷോർട്ട് റണ്ണും ലോങ് റണ്ണുമായിട്ട് തിരിക്കാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ആരുണ്ട്? ഫിക്സഡ് ഫാക്ടർസും വേരിയബിൾ ഫാക്ടറും കാണാം. ഇവിടെ എല്ലാം വേരിയബിൾ ആയിരിക്കും ലോങ് റണ്ണിൽ, അത് ഓർത്തിരിക്കുക. ടി പിയും എ പി എം പി ഒക്കെ കണ്ടുപിടിക്കാൻ പഠിക്കണം. ടി പി തന്നേക്കും, എ പി ആണ്. എ പി എങ്ങനെയാണ് കണ്ടെത്തുക? എ പി ആണ്. എ പി എങ്ങനെയാണ് കണ്ടെത്തുക? എ പി ടി പി എ പി എം പി. എ പി എങ്ങനെയാണ് കണ്ടെത്തുക? എ പി ടി പി ഡിവൈഡഡ് ബൈ ക്യൂ ശരാശരിയാണ് അല്ലേ? അപ്പോൾ ടി പി ഡിവൈഡഡ് ബൈ ക്യൂ. എം പി എങ്ങനെ കണ്ടുപിടിക്കണം? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1. അതായത്
മാറ്റമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിൽ നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു കണക്ക് തന്നിട്ടുണ്ട്. ഈ കണക്കിൽ എങ്ങനെയാണ് തന്നേക്കുന്നത് നിങ്ങൾക്കറിയാം. TP തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കണം? 15/1 ഈ 35/2 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും AP. MB എങ്ങനെ കാണുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? തമ്മിലുള്ള വ്യത്യാസം നമ്മൾ 15 എഴുതുന്നത് അല്ലേ? 0, 15. ഇത് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എല്ലാം ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് 15/, 15ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം 20. അങ്ങനെ ഓരോന്ന് എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? ശരി. ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ. ഷോർട്ട് റണ്ണിന് പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ പ്രൊഡക്ടിവിറ്റി, അല്ലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇത് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് ഒരു മിഷനിലേക്ക് ഒത്തിരി പേരെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പം, അത് 20 പേരാണ് അതിനകത്ത് വേണ്ട. അപ്പോൾ ഒത്തിരി പേരെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം എന്ത് ചെയ്യും? ആദ്യം 10 പേരെ ഉള്ളായിരുന്നു. അപ്പം പ്രൊഡക്ഷൻ കൂടുതലാണ്. 11 പതുക്കെ ഒന്ന് കുറഞ്ഞു, പക്ഷെ കൂടുതലാണ്. അങ്ങനെ മുകളിലോട്ട് പോയി 20ാമത്തെ ആൾ കഴിയുമ്പോൾ ആകുമ്പം 0 ആവും. 21ാമത്തെ ആളിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നെഗറ്റീവ് ആവും. ഇതിന് പറയുന്ന പേരാണ് ഡിമിനിഷിങ് മാർജിൻ പ്രൊഡക്ടിവിറ്റി തിയറി എന്ന് വിളിച്ചേക്കുന്നത്. ആ തിയറി നമുക്ക് നോക്കാം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ പ്രൊഡക്ടിവിറ്റി. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യം കൂടുതൽ ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ ഡിമിനിഷിങ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ഡിക്രീസിങ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ഡിക്രീസിങ് റിട്ടേൺസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് റിട്ടേൺസ് എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എന്തൊക്കെയാണെന്ന് പറയുന്നത് TP, AP, MB എല്ലാം ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്ത് ചെയ്തിരിക്കുക? TP കൂടുന്നു, MP എന്ത് ചെയ്യുന്നു? MB താഴേക്ക് കുറയുന്നു, AP എന്ത് ചെയ്യുന്നു? അന്നേരം കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ ചെറിയ രീതി കുറയുന്നുണ്ട്. മൂന്നാമത്തേൽ എന്ത് ചെയ്യുന്നുണ്ട്? TP താഴേക്ക് വരുന്നു, മാക്സിമം എത്തിയിട്ട് താഴെ വരുന്നു, MB 0 ആയിട്ട് താഴോട്ട് വരുന്നു, AP എന്ത് ചെയ്യുക? അന്നേരം പോസിറ്റീവായിട്ട് നിൽക്കുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര എഴുതിയാൽ മതി. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്ന പേരാണ് എന്ത്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്ന പേര് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ. ആ റിട്ടേൺസ് ടു സ്കെയിലാണ് ഞാൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഇൻക്രീസിങ് റിട്ടേൺസ്, അതായത് അനുപാതം വെച്ചിട്ടാണ് പറയുന്നത്. ഇടുന്ന അങ്ങോട്ട് ഇൻപുട്ടിനേക്കാളും കൂടിയ അനുപാതത്തെ ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതിന് ഇൻക്രീസിങ്. ഒരേപോലെ ആണെങ്കിൽ കോൺസ്റ്റന്റ്. കുറയുവാണെങ്കിൽ എന്ത് വിളിക്കാം? ഡിക്രീസിങ്. മറ്റേത് എന്തുവാ? നെഗറ്റീവ് റിട്ടേൺസ് മറ്റേതിനകത്ത്. ഓക്കെ. ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോബും ഡഗ്ലസും കൂടെ കണ്ടെത്തിയതാണ്. അത് ഒരുപാട് ഇത് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയാണ്. Q = A L ആൽഫ K ബീറ്റ എന്ന് പറയുന്നതാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് വെച്ചിട്ട് കണക്കുകളൊക്കെ ചോദിക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരെണ്ണം തന്നിട്ടുണ്ട്, അത് കണ്ടോ? ആൽഫ പ്ലസ് ബീറ്റ = 1 കോൺസ്റ്റൻറ്റ്. ഒന്നിൽ കൂടുതലാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇൻക്രീസിങ്, ഒന്നിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ ഡിക്രീസിങ്. കണ്ടോ? ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തിൽ ഉള്ളത്. പിന്നെ നമുക്കുള്ളത് കോസ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പഠിച്ചു, ഇനി കോസ്റ്റാണ് പഠിക്കുന്നത്. കോസ്റ്റിനകത്തിലും അങ്ങനെ തന്നെ ഫിക്സഡും വേരിയബിളും ഷോർട്ട് റണ്ണിലുണ്ട്, ലോങ് റണ്ണിൽ വേരിയബിൾ മാത്രമാണ്. കണ്ടോ? ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അത് കാര്യം എന്താ? ഷോർട്ട് റണ്ണിൽ വേരിയബിളും ഫിക്സഡ് കോസ്റ്റുകളും കാണാം. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആണ് മാറിക്കൊണ്ടേയിരിക്കുക കേട്ടോ ഷോർട്ട് റണ്ണിൽ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, മൊത്തം ചിലവ് കണ്ടുപിടിക്കാൻ ഫിക്സഡും വേരിയബിളും കൂടെ കൂട്ടണം, മറന്നു പോകരുത്. പിന്നെ ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഈ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റാണ്. അപ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q. ആവറേജ് ഫിക്സഡ് കോസ്റ്റോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q. ടോട്ടൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, മൊത്തം ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അത്രയും ആയി. ഇനി മാർജിനൽ കോസ്റ്റോ ΔTC ഡിവൈഡഡ് ബൈ ΔQ ആണ്. ഓക്കെ, അത് വെച്ചിട്ടുള്ളൊരു കണക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് തരുന്നത് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 60 ആണ്. ഫിക്സഡ് കോസ്റ്റ് 60 തന്നു കഴിഞ്ഞാൽ എല്ലാം 60 തന്നെ കേട്ടോ, മാറ്റമൊന്നുമില്ല. വേരിയബിൾ കോസ്റ്റോ? വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്തിരിക്കുക? വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ എന്താവാം? വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ വേരി ചെയ്യും. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ കണക്കുകളും ചെയ്യാൻ പറയും. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കണക്കുകളും നമ്മൾ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് എല്ലാം പഠിച്ചിട്ട് പോകണം. ഇൻവേഴ്സ് SC ഷേപ്പാണ് എന്ത്? TCയുടെയും TVCയുടെയും. ഫിക്സഡ് കോസ്റ്റിൻ്റെ എന്തോ
എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് കോസ്റ്റിൻ്റെ എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞേക്കുന്ന പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇനിയും അടുത്ത കർവ്, ഇനിയും ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പാണ്, മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കും. ടോട്ടൽ എന്താ പിന്നെ അതിനകത്തിലുള്ളത് എന്താ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് യു ഷേപ്പാണ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും യു ഷേപ്പാണ്. അപ്പോൾ ഷേപ്പ് എല്ലാം പഠിച്ചു വെച്ച് പോവുക കൃത്യമായ രീതിയിൽ. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് ഉള്ളത് എന്താ, ലോങ് റൺ ആണ്. ലോങ് റണ്ണിലും എല്ലാം യു ഷേപ്പാണ്, 2 കർവേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ, 2 കർവേ ഉള്ളൂ. ഏതൊക്കെയാ യു ഷേപ്പുകൾ? ലോങ് റൺ LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവുമാണ് ഉള്ളത്. ഇതിൻ്റെ മിനിമം ഏരിയ ഉണ്ടല്ലോ, ഷോർട്ട് റൺ ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിട്ടേൺസ് സ്കെയിലൊക്കെ പറയുന്നത്. അത് നമുക്ക് നോക്കാം. അതായത് റിട്ടേൺസ് സ്കെയിൽ പറയുന്നത് അതിൻ്റെ മിനിമം കണ്ടോ, മിനിമം ഏരിയ കണ്ടോ. മിനിമം ഏരിയ എന്ന് പറഞ്ഞേക്കുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമത്തിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് മുകളിലോട്ട് ഡിക്രീസിങ്, അപ്പോൾ കോസ്റ്റ് കൂടുമല്ലേ അതിനർത്ഥം. താഴെ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇൻക്രീസിങ് റിട്ടേൺസ് എന്നും വിളിക്കും. ഇതാണ് ചെയ്യുന്നത്. ഈ 2 കർവുകളും യു ഷേപ്പാണ്. അപ്പം നന്നായിട്ട് എന്ത് പഠിക്കുക, എക്സാമിനേഷന് നന്നായി പഠിക്കുക. അപ്പോൾ എക്സാമിനേഷന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഏരിയ കവർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിൽ ഡിമിനിഷിങ് മാർജിനൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് ആയിട്ട് ചോദിക്കാം. പിന്നെ കൺസ്യൂമർ ഒപ്റ്റിമം വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ ഈ കർവിൻ്റെ എല്ലാം കാര്യങ്ങളും ചോദിക്കാം. അപ്പം അതെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചുകൊണ്ട് പോയി നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ നോട്ടും ഇത് തന്നെയാണ്, നിങ്ങൾക്ക് നോട്ടും തരും. അപ്പോൾ അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.